അങ്ങനെ 100 കോടി തൂക്കി മമ്മൂക്ക. കളങ്കാവൽ 100 കോടി കളക്ഷൻ നേടിയിരിക്കുന്നു. ബോക്സ് ഓഫീസിൽ 100 കോടി നേടുന്ന മമ്മൂട്ടിയുടെ ആദ്യ ചിത്രം എന്ന വിശേഷണം ഇനി കളങ്കാവലിന് സ്വന്തം. പല മമ്മൂക്ക ചിത്രങ്ങളും 75 75 75 കോടിയും 80 കോടിയും ഒക്കെ കടന്നിട്ടുണ്ട്. കണ്ണൂർ സ്ക്വാഡ്, ഭീഷ്മപർവം, ഭ്രമയുഗം തുടങ്ങിയ ചിത്രങ്ങളൊക്കെ 75 കോടി അടിച്ച ചിത്രങ്ങളാണ്. പക്ഷേ 100 കോടി ടർബോ 75 കോടി കടന്ന ചിത്രമാണ്. പക്ഷേ 100 കോടി മമ്മൂക്ക തൂക്കിയിട്ടില്ല ഇതുവരെ. കളങ്കാവൽ എന്ന ചിത്രത്തിലൂടെ 100 കോടിയും കടന്ന് മമ്മൂക്ക കുതിക്കുന്നു. 75 വയസ്സായിട്ടും മമ്മൂക്കയുടെ താരമൂല്യത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല എന്ന് കളങ്കാവലിലൂടെ മമ്മൂക്ക വ്യക്തമാക്കിയിരിക്കുന്നു. ദിലീപ് മോഹൻലാൽ ചിത്രമായ, ദിലീപ് ചിത്രമാണെന്ന് പറയാൻ പറ്റില്ല, ദിലീപിൻ്റെയും മോഹൻലാലിൻ്റെയും ചിത്രമായ ബബ്ബഭ തിയേറ്ററിൽ മൂക്കുകുത്തി വീണതോടെ പോസിറ്റീവ് റിവ്യൂ കിട്ടിയ കളങ്കാവലിന് തിരക്ക് ഏറിയിരിക്കുകയാണ്. 100 കോടിയും കടന്ന് കളങ്കാവൽ കളം നിറയും എന്നുള്ളത് ഉറപ്പായി. ബബ്ബഭ അപ്രതീക്ഷിതമായ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. വലിയ ഹൈപ്പിൽ വന്ന ചിത്രമായിരുന്നു ഇത്. ദിലീപിനോടൊപ്പം മോഹൻലാലും അഭിനയിക്കുന്നു എന്ന പ്രത്യേകത ബബ്ബഭയ്ക്ക് ഉണ്ടായിരുന്നു. അതിലും ഉപരി ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ചിത്രം. അതുകൊണ്ട് തന്നെ പബ്ലിസിറ്റി വാരിക്കോരി ചെയ്തു ബബ്ബഭയ്ക്ക്. പക്ഷേ ബബ്ബഭ ബോക്സ് ഓഫീസിൽ ബബ്ബഭയായി മാറി. എന്തായാലും ഇത് മമ്മൂട്ടി ചിത്രമായ കളങ്കാവലിന് അനുഗ്രഹമായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. കളങ്കാവൽ ലോ ബഡ്ജറ്റിൽ ഒരുക്കിയ ചിത്രമാണ്. ആ ചിത്രം കണ്ട പ്രേക്ഷകർക്ക് അത് മനസ്സിലാകും. വളരെ ലോ ബഡ്ജറ്റിലാണ് കളങ്കാവൽ ഒരുക്കിയത്. ലോ ബഡ്ജറ്റ് ചിത്രങ്ങളാണ് മമ്മൂക്ക ഇപ്പോൾ കൂടുതലായി അഭിനയിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ ചിത്രങ്ങളൊക്കെ ലോ ബഡ്ജറ്റ് ചിത്രങ്ങളാണ്. പക്ഷേ അതിലൂടെ വിസ്മയം കാണിക്കുന്നു മമ്മൂട്ടി കമ്പനിയുടെ അടുത്ത ചിത്രം സംവിധാനം ചെയ്യുന്നത് വിഖ്യാത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ്. അങ്ങനെ മമ്മൂട്ടി കമ്പനി നിരന്തരം അത്ഭുതങ്ങൾ കാണിക്കുന്നു. മൻപകൽ നേരത്ത് മയക്കം, ദികാതൽ ദിക്കോർ, റോഷാക്ക് തുടങ്ങിയ ചിത്രങ്ങളൊക്കെ അത്ഭുതമാണ് കാണിച്ചത്. തികച്ചും വ്യത്യസ്തമായ ചിത്രങ്ങളിലൂടെ വ്യത്യസ്തമായ ശൈലിയിലൂടെ മമ്മൂക്ക തൻ്റെ അഭിനേതാവിനെ ഒരുപാട് ദൂരത്തിൽ സഞ്ചരിപ്പിച്ചതിൻ്റെ തെളിവാണ് കളങ്കാവലിലെ സ്റ്റാൻലി ദാസാവാൻ മമ്മൂക്കയ്ക്ക് മാത്രമേ സാധിക്കൂ. മറ്റൊരു നടനും ഇങ്ങനെ പകർന്നാടാൻ സാധിക്കില്ല. വിനായകൻ്റെ പെർഫോമൻസും എടുത്തു പറയേണ്ട ഘടകമാണ്. കളങ്കാവൽ 100 കോടി തൂക്കുമ്പോൾ വിനായകൻ്റെ പെർഫോമൻസ് എടുത്തു പറയുക തന്നെ വേണം. മമ്മൂക്കയോടൊപ്പം കട്ടയ്ക്ക് നിന്നു വിനായകൻ. ചില അവസരങ്ങളിൽ മമ്മൂക്കയെക്കാളും വളരെ മുന്നിലോട്ടുള്ള പ്രകടനം തന്നെ നടത്തി വിനായകൻ. വില്ലനും വിനായകനും ഒരുമിച്ചപ്പോൾ കളങ്കാവൽ 100 കോടി തൂക്കി. മമ്മൂക്കയുടെ ഫാൻസിന് ആഹ്ലാദിക്കാം. മമ്മൂക്കയുടെ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരാഘോഷത്തിൻ്റെ നിമിഷമാണിത്. ഭീഷ്മപർവമൊക്കെ സൂപ്പർ ഹിറ്റായിരുന്നു തിയേറ്ററുകളിൽ. ഭ്രമയുഗം, ടർബോ, ദികാതൽ ദിക്കോർ, നൻപകൽ നേരത്ത് മയക്കം എന്നിവയൊക്കെ മമ്മൂക്ക ചിത്രങ്ങളൊക്കെ, ബസൂക്ക, ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് സ്പൈസസ് തുടങ്ങിയ ചിത്രങ്ങളൊക്കെ സൂപ്പർ ഹിറ്റായിരുന്നു. പക്ഷേ അതൊന്നും 100 കോടി അടിച്ചില്ല. പ്രത്യേകിച്ചും ഭീഷ്മപർവം തുടങ്ങിയ ചിത്രങ്ങളൊക്കെ 100 കോടി കടന്നു പോകുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. പക്ഷേ മമ്മൂക്കയുടെ ചിത്രങ്ങൾക്ക് ഒരു ഹൈപ്പ് വന്ന ശേഷം പിന്നീട് വിതരണക്കാരുടെ പ്രശ്നം, നിർമ്മാതാവിൻ്റെ പ്രശ്നം ഒക്കെ കൊണ്ട് ഭീഷ്മപർവമൊക്കെ 100 കോടി നേടാത്തത് അതുകൊണ്ടാണ്. വിതരണക്കാരുടെ പ്രശ്നമുണ്ട്, നിർമ്മാതാവിൻ്റെ പ്രശ്നമുണ്ട്. അവർ പിന്നെ ഹൈപ്പിലേക്ക് ഒരു ഹൈപ്പ് കൊടുക്കില്ല. പണം വാരിയ ശേഷം അവരങ്ങ് ചിത്രത്തിൻ്റെ പ്രൊമോഷൻ കൊടുക്കാത്ത ഒരവസ്ഥ.
മമ്മൂട്ടി കമ്പനി ചിത്രങ്ങൾക്ക് പോലും അത് സംഭവിച്ചിട്ടുണ്ട്. പണം വാരി കഴിഞ്ഞാൽ പിന്നെ ചിത്രങ്ങൾക്ക് ഹൈപ്പ് കൊടുക്കാനോ പബ്ലിസിറ്റി കൊടുക്കാനോ ഒന്നും മമ്മൂട്ടി കമ്പനിയും തയ്യാറായിട്ടില്ല. പക്ഷേ കളങ്കാവൽ അങ്ങനെ ഹൈപ്പ് കൊടുക്കാതെ വലിയ പബ്ലിസിറ്റി കൊടുക്കാതെ ഹിറ്റായിരിക്കുന്നു. 100 കോടി തൂക്കി മമ്മൂക്ക അങ്ങനെ മലയാള സിനിമയിൽ നിറഞ്ഞ് നിൽക്കുകയാണ്. അതേസമയം ദിലീപ് മോഹൻലാൽ ചിത്രമായ ബബ്ബബ്ബ 2ാം ദിവസം തിയേറ്ററുകളിൽ വീണു. ആദ്യ ദിവസത്തെ കളക്ഷൻ കഴിഞ്ഞപ്പോൾ തിയേറ്ററിൽ മൂക്കുകുത്തി വീഴുന്ന അവസ്ഥ. മോഹൻലാൽ കൂടെ ഉണ്ടായിട്ടും ദിലീപിനെ രക്ഷിക്കാനാവാത്ത അവസ്ഥ. ആ അവസ്ഥ ദിലീപ് സ്വയം ഉണ്ടാക്കി വെച്ച അവസ്ഥയാണ്. അത്യാവശ്യം ആവറേജ് ചിത്രമാണ് ബബ്ബബ്ബ. പക്ഷേ ദിലീപിനെ ഇനി പ്രേക്ഷകർ സ്വീകരിക്കില്ല എന്ന തെളിവ് കൂടിയാണ് ഈ ആവറേജ് ചിത്രത്തിൻ്റെ പരാജയം. മറുവശത്ത് ബബ്ബബ്ബയ്ക്ക് നെഗറ്റീവ് റിപ്പോർട്ടുകൾ വന്നു തുടങ്ങിയതോടെ കളങ്കാവലിന് തിരക്കേറുകയാണ്. കളങ്കാവൽ കാണാൻ കൂടുതലെത്തുന്നത് സ്ത്രീകളാണ് എന്നുള്ളതും ശ്രദ്ധേയം. സ്ത്രീകളും കുട്ടികളും ഒക്കെ മമ്മൂക്കയുടെ പകർന്നാട്ടത്തിൽ അത്ഭുതപ്പെട്ട് നിൽക്കുന്നു. കളങ്കാവലിൻ്റെ ക്ലൈമാക്സ് രംഗത്തിന് കിട്ടുന്ന കയ്യടി അത് മമ്മൂക്ക എന്ന നടന്, മമ്മൂക്ക എന്ന നിർമ്മാതാവിന് കിട്ടുന്ന കയ്യടിയാണ്. 100 കോടി തൂക്കി അങ്ങനെ കളങ്കാവൽ മലയാള സിനിമയിൽ അത്ഭുത വിജയമായി മാറിയിരിക്കുന്നു.